അദ്ദേഹം ഈ സ്വർണം എന്ത് ചെയ്തു? കൊടുത്ത 400 ഗ്രാം സ്വർണം, അയ്യപ്പനിൽ നിന്ന് കിട്ടിയ, അയ്യനിൽ നിന്ന് കിട്ടിയ 400 ഗ്രാം സ്വർണം എവിടെ? അത് ആർക്കെല്ലാം ഉരുക്കി കൊടുത്തു? ആർക്കെല്ലാം ആഭരണമാക്കി കൊടുത്തു? അതൊരു വലിയ ചോദ്യമാണ്. അതേസമയം അതിന് പകരമുള്ള വേറൊരു 400 ഗ്രാം ആണോ അവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കാൻ നിൽക്കുക? 400 ഇല്ല, 300 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ എന്നാലും 400 ഗ്രാമാണ് ഒരു കണക്കിൽ പറയുന്നത്. 400 ഗ്രാം ഇങ്ങോട്ട് കൊടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും 400 ഗ്രാമിൻ്റെ കണക്കൊഴിച്ച് ബാക്കി സ്വർണം എന്ത് ചെയ്തു? 4 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണം വിജയ് മല്യ കൊടുത്തിരുന്നു. ആ 4 കിലോയ്ക്ക് അടുത്തുള്ള സ്വർണം കൊടുക്കുമ്പോൾ ബാക്കി സ്വർണം എവിടെ പോയി? വളരെ കൃത്യമായൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെയാണ് CBIയുടെയും ഇന്റർപോളിൻ്റെയും ഇൻ്റർവെൻഷൻ വരുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ UAEയിലും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള മലയാളി സമൂഹത്തിൻ്റെ മുതലാളിമാരുടെ ഇടയിൽ ഇത് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചർച്ച ഗൗരവം വരുന്നു. ഭാരതമല്ല, ഏതൊക്കെ സെലിബ്രിറ്റികൾ ഇതിൻ്റെ സ്വർണം പോയിട്ടുണ്ട്, ഏതൊക്കെ മുതലാളിമാർക്ക് ഇതിൻ്റെ സ്വർണം പോയിട്ടുണ്ട്, ഇതൊരു അന്വേഷണ ശൃംഖലയാണ്.